എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ. 2 ദിവസം മുമ്പും അതുപോലെ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തിന് ഞാൻ. നമ്മളിപ്പോ കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഇപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഒരു 2%, 5% കേടുകൾ ഉണ്ടാവും. സ്ത്രീ വിഷയത്തിലാണെങ്കിലും അഴിമതിന്റെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ അത് പിന്നെ ദൈവത്തിന്റെ മക്കൾ മാത്രമല്ലല്ലോ പാർട്ടിയിലുള്ളത്. അപ്പോ എല്ലാ പാർട്ടികളിലും ചില ചില കുത്തുകളും കേടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുപോലല്ല UDF ഉണ്ടായിന 2 യുവ നേതാക്കൾ. ആരുടെയും പച്ചറച്ചി തിന്നാൻ ഒരു മടിയില്ലാതെ VK ഫിറോസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ മാങ്കൂട്ടാണെങ്കിലും അവരൊക്കെ ജയിച്ചതും ജയിപ്പിച്ചതും അവരൊക്കെ പെരുമാറ്റങ്ങൾ നമ്മളൊന്ന് പഠിക്കുക. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം 100% തേഞ്ഞോലൊന്നല്ല രാഷ്ട്രീയ നേതാക്കള്. പൊതുപ്രവർത്തകർ പറഞ്ഞാല് അപമാനപ്പെട്ടവരാക്കി മാറ്റിയ ഇവര് രണ്ടുപേരും. നമ്മൾ നാലൊക്കെ പെണ്ണ് കേസിലൊക്കെ കുടുങ്ങിയ പല ആൾക്കാരുണ്ട്. നാറിയിട്ട് ആത്മഹത്യ ചെയ്യണവരെ ആലോചിച്ച നേതാക്കള് മുസ്ലിം ലീഗിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കണ വിഷയമല്ല, അതൊക്കെ അവരുടേതായ കാര്യം. ആ കാര്യത്തിന്, അഴിമതിന്റെ കാര്യത്തിനൊക്കെ അവരൊന്നും കംച്ചക്കാൻ ആരും ഉണ്ടാവില്ല. അതൊന്നും ഇപ്പൊ നമ്മളെ ബാധിക്കണ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏത് മൂത്തവരെ, അത് സ്വന്തം പാർട്ടിയിലാണെങ്കിലും മുതിർന്ന നേതാക്കള് വരെ കുറിച്ച് പറയുമ്പോഴേ അവരെ നേർക്ക് പാഞ്ഞു കയറാം. അവരെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട, അത് പാർട്ടി ക്ലാസ്സിൽ മതി എന്നൊക്കെ ധിക്കാരികളും അഹങ്കാരികളും യൂത്ത് ലീഗ് ആണെങ്കിലും മറ്റേ KFC ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ മാങ്കൂട്ടാണെങ്കിലൊക്കെ പറഞ്ഞു. മാങ്കൂട്ടത്തിന്റെ നടപടികള്, ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകൾ പഴയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുമ്പോ അവരെ വീട്ടിലുള്ളവരെയും അവരെ സംസ്കാരം പഠിപ്പിക്കാനൊക്കെ നോക്കുന്ന ഈ യുവ MLA ഓരും മുസാഹിബിനെ നടുക്കണ്ടേനും പറയുമ്പോ. ഇപ്പൊ നമുക്കറിയാം, ജിബ്രി മുത്തുക്കോയ തങ്ങളെ VK ഫിറോസ് പറഞ്ഞത്, KM സാജി പറഞ്ഞത്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത ഈ ഊളകൾ ഉണ്ടല്ലോ, ഈ യുവ നേതാക്കള്, അവര് ഇങ്ങനത്തെ കാര്യത്തിൽ കുടുങ്ങുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ വാലിറ്റി കിട്ടുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് VK ഫിറോസ് മയക്കമരുന്നിനെതിരെ ആദ്യം അവിടുന്ന് തുടങ്ങണം 5000 റുപ്യ ഫോൺ ചെയ്ത് അറിയിക്കണം. അവന്റെ വീട്ടിൽ നിന്ന് തന്നെ മതിയേനു. അവിടെ കിടന്ന് ഇന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നും റിമാൻഡില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പോയിട്ടില്ല, വേറെ കാര്യം. അപ്പൊ ഈ കോലത്തില് പൊതുപ്രവർത്തകരെ കുടുംബവും മറ്റുമൊക്കെ വരുമ്പോ നിങ്ങൾക്കുണ്ട് കൂട്ടും കുടുംബവും ബാക്കിയുള്ളവരും. അതുപോലെ സമൂഹത്തിൽ വനിതകളായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കള് പെണ്ണുങ്ങൾ വിളിച്ചു വരാൻ. KC വേണുഗോപാലിന്റെ പെണ്ണുങ്ങൾക്ക് ഇവ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയച്ചിട്ടുണ്ടാവും ഉണ്ടാക്കിയേക്കാണ് ചിലപ്പോ. ഇവൻ ആരും ഏറൂല. അപ്പൊ ഒരു ഒറിജിനല് ഒരു നാടൻ പൂവനാ. അതിൽ പാലക്കാടിലൊക്കെ സ്ത്രീകൾ പറയാണ്, ഇപ്പൊ എറണാകുളം DCC പറഞ്ഞു 2 വനിതാ മെമ്പർമാര് പാർട്ടി വിട്ടുപോയി ഇവന്റെ മെസ്സേജ് കൊണ്ട് പറഞ്ഞു. എന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പില്ലാത്ത ഒരു ശവത്തിന് തുല്യമായ UDFന്റെ ഈ വാട്സപ്പ് ന്യായീകരണ തൊഴിലാളികളോടും അതുപോലെ തന്നെ അവരെ ന്യായീകരിക്കുന്ന ഈ വടകര MP ഒക്കെ ഉണ്ടല്ലോ, ഓനൊക്കെ പക്ക ഫ്രോഡാ, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഈ ജനങ്ങളോട് ചിരിക്കണതും ജനങ്ങളോട് പ്രവർത്തിക്കണതും അതൊക്കെ ഉണ്ടല്ലോ, കളങ്കപ്പെട്ട മനസ്സിന് ഉടമയാണ് ഇവർ 5-6 ആൾക്കാർ. എന്നിട്ട് ഓല് വലിയ പുണ്യാളച്ചന്മാരായിട്ട് ഓലൊന്നും പറയാൻ പാടില്ല, ഓലൊന്നും ചെയ്യാൻ പാടില്ല. കേരളത്തിലെ AKജിന്റെ പ്രതിനിധിത്വം അവകാശപ്പെട്ട് അയാൾ വാണിഭനാണെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ നാടൻ ചെറ്റയാണ് ഈ ഇവന്. അതൊക്കെ പറഞ്ഞ ഞങ്ങൾ കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്തു. അവിടെ വീട്ടിലിരിക്കുക. പിണറായി ആരാന്ന് ചോദിച്ചോ, KM സാജിന്ന് വീട്ടിലിരിക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറാണോ എന്ന് ചോദിച്ചോ. അതുപോലെ തന്നെ ബൽറാമും അതൊക്കെ വീട്ടിലിരുത്തിക്കണ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഇരുത്തോണ്ട് കൊടുത്തിരുന്നു. ഒരു കാര്യം കേരളത്തിലെ മലയാളികളോട് പറയാനുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്യണോലാന്ന് സ്വല ഒരു അധികാരം 89 കൊല്ലല്ലാഞ്ഞിട്ട് ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഈ ജാതി അഹങ്കാരികളാണ് ഈ യൂത്തന്മാരെന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ മന്ത്രിമാരോ ഭരണോ കിട്ടിയാല് ഒരു മനുഷ്യന് ഒരു സ്ത്രീന് റോട്ടിലിറങ്ങി നടക്കാൻ ഈ ജൂദാസുകൾ അയക്കൂല എന്നുള്ള കാര്യം ഇവിടുത്തെ വനിതകളും ഇവിടുത്തെ വോട്ടർമാരും ഈ കേരളത്തിലെ നല്ലവരായ മനുഷ്യർ ചിന്തിക്കണത് നല്ലതാ. കാരണം ഒന്നുമില്ലാതെ ഒരു MLA മാത്രമായപ്പോത്തിന് ഈ ജാതി 100 കണക്കിന് പെണ്ണുങ്ങൾക്ക് 13 പരാതികളോടെ വന്നു. ചാനലിൽ ഇനിയും ഒരു 2-3 ഉണ്ട് കാരണം ഈ VK ഫിറോസിനെ പോലും ഈ നമ്മളെ മാങ്ങനണ്ടിനെ പോലെ ഇവരൊക്കെ നിൽക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ ജനങ്ങള് ഇവരെ അധികാരത്തിൽ കയറ്റിയ ഇതല്ല ഇവിടെ നടക്കുക. ബോംബെയിലെ ചോപ്പ് തെരുവില് വേശ്യാലയമായിരിക്കും കേരളത്തിൽ നടക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഉത്ഭുതരായ വോട്ടർമാരാണ്. കേരളം എന്നും ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം. അതെല്ലാം കൊണ്ടും ഈ 3-4 ജൂദാസുകളെ കൊണ്ടാണ് കേരളത്തില് ഇന്ന് അപമാനം ഉണ്ടായിട്ടുള്ളത്. അത് തിരുത്താൻ
കേരളത്തിലെ മലയാളികള് വരും കാല തെരഞ്ഞെടുപ്പുകളിൽ തയ്യാറാകണം. ഇല്ലെങ്കിൽ എന്താരോ മലയാളി ശവത്തിന് തുല്യമായി അയൽ സംസ്ഥാനങ്ങളിൽ നമ്മളെ കാണും. അത് കാണാതിരിക്കാൻ ഈ പെൺകോന്തന്മാരെയും ഈ പൂവന്മാരെയും അതുപോലെ ഈ കള്ളക്കടത്ത് മാഫിയയും ഈ കൊള്ളയടി മാത്രം തേക്കമാക്കിയ UDF ജനം തിരിച്ചറിഞ്ഞ് അധികാരത്തിന്റെ 7 അടി അയലോകത്ത് കൊണ്ടുവരരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.